30 വയസ്സായവർ മിസ് ചെയ്ത് കൂടാത്ത 5 പോയിന്റുകൾ. ഒന്നാമത്തേത്, ഇൻവെസ്റ്റ് മണി റെഗുലർലി. നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് എനിക്കറിയില്ല, അറിയില്ലാത്തത് പഠിക്കണം. ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പൈസ റെഗുലറായിട്ട്. അത് എത്രയെന്നുള്ളതല്ല, ചെറിയൊരു തുകയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ പണം നമുക്കായിട്ട് ഉണർന്നിരിക്കണം. രണ്ടാമത്തത്, എല്ലായ്പ്പോഴും നമ്മളൊരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട്, ചെറിയൊരു തുക, നമുക്ക് എപ്പോഴാണ് ഒരു ആശുപത്രി കേസ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണ് നമുക്ക് മറ്റൊരു ആവശ്യം വളരെ പെട്ടെന്ന് വരാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആൾക്കാരിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് പോകെ അത് വലിയ ബുദ്ധിമുട്ടാവും. നമ്മൾ എത്ര നാൾ മുമ്പോട്ട് ജീവിക്കുന്നോ അത്രയും നാൾ പരമാവധി കടം വാങ്ങിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വളരെ കാര്യമായിട്ട് മാറും എന്നുള്ളതാണ്. 3, ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ് ശീലിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും. നമുക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തത് കഴിക്കാനൊക്കെ തോന്നുന്നു, അതൊക്കെ ചെയ്യണം. പക്ഷേ എത്രമാത്രം കഴിക്കുന്നുവോ അതിൻ്റെ 3 ഇരട്ടി നടക്കുകയോ എക്സസൈസ് ചെയ്യുകയോ വേണം. ഉറങ്ങണം. 4ാമത്തെ പോയിന്റ് അതാണ്. ഉറക്കത്തിനെ ബാധിക്കുന്നത് പോലെ നമ്മൾ അതിൽ ഇരുന്നാലുണ്ടല്ലോ ഭാവിയിൽ വലിയ പ്രശ്നവും ആരോഗ്യം അങ്ങ് പോകും. നിങ്ങളുടെ സ്ലീപ്പ് ചാർട്ട് ചെയ്യാൻ പറ്റിയ പ്രായം സത്യത്തിൽ ഇതാണ്. ഒരു 8 മണിക്കൂറെങ്കിലും, മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങി ശീലിച്ച് തുടങ്ങേണ്ടത് ഈ പ്രായത്തിലാണ്. 8 മണിക്കൂർ ഉറങ്ങിയാൽ ആ 8ന്റെ പണി അങ്ങ് മാറിക്കിട്ടും. 5, ട്രാവൽ മോർ. പിള്ളേരെ എത്രമാത്രം യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം യാത്ര ചെയ്യും. സുന്ദരമാണ് ലോകം, മനോഹരമാണ് ലോകം, നിങ്ങളെ കുതിപ്പിക്കുന്നതാണ്, ഭ്രമിപ്പിക്കുന്നതാണ് ലോകം. അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കാണേണ്ടതല്ല, പുസ്തകങ്ങളിലൂടെ മാത്രം വായിക്കേണ്ടതല്ല, പോയി നേരിട്ട് അനുഭവിക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തെ റൂറൽ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ലോക്കൽ ഫുഡ് ആസ്വദിച്ച് അവിടെ നടക്കാൻ പോയി ആരോഗ്യത്തിനെയും ഹെൽത്തി ഈറ്റിനെയും ഒക്കെ ആ യാത്രയിലും ചേർത്ത് പിടിച്ച് ഏറെ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷമായി യാത്ര ചെയ്യാൻ ഒരു സമയം.